എടാ അത് വണ്ടി സ്റ്റാർട്ട് ആവാത്തോണ്ടല്ലേ. ഈ ആശാന്റെ ഒരു കാര്യം, ആശാനെ ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ വണ്ടിക്ക് കുഴപ്പമുള്ളതായി ഏട്ടത്തി അഭിനയിക്കുന്നതാ. ആശാൻ വരുമ്പോ ഒരു നോക്ക് കാണാൻ വേണ്ടിട്ടുള്ള ഒരു അടവ്. ആണോ? പിന്നല്ലാതെ. ഒന്ന് പോടാ. എന്നിട്ട് അവളൊന്നും ഇങ്ങോട്ട് നോക്കുന്ന കൂടിയില്ലല്ലോ. അതെന്താ? ഓ എന്റെ ആശാനെ, പലിശ വിരിക്കാൻ മാത്രം ആശാൻ ഹീറോ, പ്രേമിക്കാൻ സീറോയാ, വെറും വട്ട പൂജ്യം. എടാ അതിലിപ്പോ എന്താ പറ്റിയേ? ഇനി എന്ത് പറ്റാൻ? ദേ ആശാനെ, ആ വണ്ടിയുടെ മിററിലേക്കൊന്ന് നോക്കിയേ. അതിലേട്ടത്തെ കാണാവോ ആശാനെ? കാണാം. അപ്പൊ ഏട്ടത്തേക്ക് ആശാനെ കാണാമെന്നാണ് അർത്ഥം. കാണല്ലേ? കാണാതെ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ആശാനെ. എല്ലാം വെട്ടി തുറന്നങ്ങ് പ്രകടിപ്പിക്കില്ല. അവരുടെ ചില നോട്ടവും ഭാവവും ഒക്കെ കണ്ട് നമ്മൾ വേണം അറിഞ്ഞങ്ങ് പെരുമാറാൻ. ഹായ്, കണ്ട ആശാനെ ഏട്ടത്തി കണ്ടത് വണ്ടി സ്റ്റാർട്ടായി. അത് ശരിയാണല്ലോ. നീ ആളൊരു ഭയങ്കര സംഭവമാണല്ലോടാ. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. ഇപ്പൊ ഏട്ടത്തി തന്നതൊരു സിഗ്നലാ, അതുപോലും മനസ്സിലായില്ലല്ലോ ആശാന്. എന്ത് സിഗ്നല്? ട്രാഫിക് പോലീസിന് സിഗ്നല്. എന്റെ ആശാനെ ഫോളോ ചെയ്ത് പിന്നാലെ ചെല്ലാൻ. ആണാ? പിന്നല്ലാതെ. വണ്ടി എടുക്കാശാനെ, നമുക്ക് പോവാം. പിന്നെ നീ പറയുന്ന പോലെ പ്രേമത്തെ പറ്റി തീരെ അറിവില്ലാത്തവനൊന്നല്ല ഞാൻ, കേട്ടാ. ഓ ശരി, ആയിക്കോട്ടെ, നമുക്ക് പോവാം. ആശാൻ വണ്ടി എടുക്ക്. അതല്ലടാ, എനിക്കൊരു സംശയം. ആരേ ശകുന്തള? ആ ചന്തയിൽ ഇഞ്ചിപ്പുളി വെക്കുന്ന മോഹന്റെ ഭാര്യയല്ലേ? അവരെ കാലിലെന്തോ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടായോ അവരെ? ഈശ്വരാ, ഷമീര്. എനിക്കൊരു രൂപമില്ല മോളെ. ഈ പണവും മുദ്രപത്രവും നിന്റെ അച്ഛനെ ഏൽപ്പിക്കുന്നതോടെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് ആശ്വസിച്ചതാ. പക്ഷെ നടന്നില്ല. അവരെന്താമേ ഇത് തിരിച്ചു വാങ്ങാത്തത്? അവർക്ക് നമ്മളെ കുടിയൊഴിപ്പിച്ച് ആ വീടും സ്ഥലമൊക്കെ സ്വന്തമാക്കണം മോളെ, അത്രേ ഉള്ളൂ. മധുരം പുരട്ടി തന്നാലും വിഷം തന്നെയല്ലേ, തിന്നാൻ പറ്റുമോ നമുക്ക്? എന്റെ കുട്ടികളുടെ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനിത് വാങ്ങില്ലായിരുന്നു, അവിടെ എറിഞ്ഞിട്ട് പോന്നേനെ. ഇനി ഇത് എവിടെ കൊണ്ടുപോയി വെക്കും നമ്മള്? അത് അടുത്ത ടെൻഷൻ. ശാലിനി കണ്ട വലിയ പ്രശ്നമാവും. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. നമുക്ക് ഈ പണം കുറുപ്പ് സാറിനെയോ മറ്റോ ഏൽപ്പിച്ചാലോ അമ്മേ? ഞാൻ ആലോചിച്ചതാ, പക്ഷെ അവരോടൊക്കെ കഥ ആദ്യം മുതലേ പറയണ്ടേ മോളെ, അതാ ഒരു ബുദ്ധിമുട്ട്. മാത്രമല്ല ഇതെത്ര ദിവസം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം.
കയ്യിലൊരു വിഷപ്പാമ്പിനെ സൂക്ഷിച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ശ്ശോ, ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ബസ്സുണ്ടോ ആവോ? അയ്യോ അമ്മേ, കള്ളൻ! എന്റെ പൈസ! അയ്യോ കള്ളൻ! അമ്മേ, പിടിക്ക്! കള്ളൻ! അയ്യോ ഓടി വരണേ! അയ്യോ അയ്യോ കള്ളൻ! എന്റെ പണം കൊണ്ടുപോയി. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. മോളെ അവൻ പോയി. അയ്യോ അമ്മേ, ചോര! അതൊന്നും സാരമില്ല മോളെ, അവൻ എങ്ങനെങ്കിലും ഒന്ന് പിടിക്കണേ. ഞങ്ങളുടെ കാശ്. എന്താ എന്ത് പറ്റിച്ചായിരുന്നാമേ? അതെ, ഞങ്ങളുടെ പണം അടങ്ങിയ കവറ് ബൈക്കിൽ വന്ന ഒരാൾ തട്ടിക്കൊണ്ടുപോയി. എത്ര ഉണ്ടായിരുന്നു കാശ്? 10 ലക്ഷം. 10 ലക്ഷമോ? നിങ്ങൾ വേഗം ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കാര്യം പറ. അവൻ ഈ പരിസരം വിട്ട് എങ്ങും പോയിട്ടുണ്ടാവില്ല. CCTV ഒക്കെ ഉള്ളതല്ലേ, മിനിറ്റുകൾക്കുള്ളിൽ ആളപ്പൊക്കും. നിർത്ത ഇവരെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആക്കണം, എത്രയും പെട്ടെന്ന്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമേ? അയ്യോ വേണ്ട മോളെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ പോവാം. നമ്മുടെയൊക്കെ ജീവിതം പിടിച്ചു പറിച്ചോണ്ട് പോയ കവറിനുള്ളില്. വേഗം പോവാം. എടാ, അവള് നമ്മള് പിന്നാലെ ചെല്ലുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാതെ പിന്നെ അതിനല്ലേ ആശാനെ മിറർ വെച്ചിരിക്കുന്നത്. അത് ശരിയാ, പക്ഷേ എനിക്ക് അവളുടെ മുഖം കാണാൻ പറ്റുന്നില്ലടാ. ഏട്ടത്തി കാണുന്നുണ്ടല്ലോ, അതുപോലെ എന്റെ ആശാനെ. അത് ശരിയാ, അത് മതി തൽക്കാലം. അല്ലടാ, എനിക്കൊരു സംശയം. എന്താ ആശാനെ? എടാ, അവളെന്നെ കാണുന്നുണ്ടോന്നേ? എടാ, മുടിഞ്ഞ സ്പീഡല്ലേ ഈ സ്പീഡില് പെണ്ണുങ്ങൾ ഓടിക്കോ? ഇത്രയും സ്പീഡില് ഈ ആശാനെ കൊണ്ട്. ആശാനെ, ഇതൊക്കെ ഒരു സിഗ്നലാ. പിന്നെയും തുടങ്ങി അവന്റെ സിഗ്നല്. എടാ, കാര്യം പറയടാ ശവമേ. പെൺപക്ഷി ആൺപക്ഷികളെ വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? അവരൊരു ശബ്ദം ഉണ്ടാക്കി ഏതേലും കൊമ്പിലേക്ക് പറന്നു ചെന്നിരിക്കുകയുള്ളൂ. അല്ലാതെ ഇൻവിറ്റേഷൻ കാർഡ് അടിച്ച് ക്ഷണിക്കൊന്നുമില്ല. അതല്ലടാ, അതിന് ഇവിടെ എവിടെടാ കൊമ്പ്? തേങ്ങാക്കൊലം. നിനക്ക് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. സോറി ആശാനെ. സോറി ഒന്നും വേണ്ട, നീ കാര്യം പറ. ആശാനെ, ഏട്ടത്തി സ്പീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണല്ലേ? എന്നാ ഇതാ പിടിച്ചോ, ഓവർടേക്ക്. എന്താ ആശാനെ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? എടാ, നീ എന്തൊക്കെ ഈ പറയുന്നേ? നീ അല്ലേ പറഞ്ഞ മുന്നിൽ പോണെന്ന്? അതിനിത് ബുള്ളറ്റ് റേസ് ആണോ? പിന്നെ ആശാനെ, വണ്ടി നിർത്ത്. എന്തിനാ നിർത്താനല്ലേ പറഞ്ഞത്? നിക്ക്, നിർത്ത്. എന്താടാ? ദേ അങ്ങോട്ട് നോക്കിയേ. ഏട്ടത്തെ കാണാൻ പോലുമില്ലോ. നമ്മൾ വന്നതേ ഓട്ടപ്പന്തയത്തിനല്ല, ഏട്ടത്തിയെ ആശാന് കാണാനും ആശാനെ ഏട്ടത്തിക്ക് കാണാനും വേണ്ടിട്ടാ. നേരമായി. ചിലപ്പോ നീ പറയും മുന്നിൽ കയറുന്നു, ചിലപ്പോ പറയും നിർത്താൻ. ഇതിലേതാണ് ഞാൻ ഇപ്പൊ ചെയ്യണ്ടേ? അതൊക്കെ അതിന്റെ റൂട്ടിലങ്ങ് ചെയ്യണോ ആശാന്? അതെങ്ങനെയാ? വടിവാളും സൈക്കിൾ ചെയ്യാനൊക്കെ അല്ലേ പരിചയമുള്ളൂ. എന്താ? ഏയ്, ഒന്നുമില്ലേ.
ആശാനെ, ഏട്ടത്തിക്ക് ആശാനോടുള്ള പ്രണയ സത്യമാണെങ്കിൽ ഏട്ടത്തി ആശാനെ ഫോളോ ചെയ്ത് വന്നിരിക്കും. നോക്കാശാനെ, முன்னாலே போனாளே பின்னாலே சென்றேனே கண்ணாலே சொன்னாளே அவள் பார்வையால் என்னை கொன்றாளே முன்னாலே போனாளே பின்னாலே சென்றேனே கண்ணாலே சொன்னாளே அவள் பார்வையால் என்னை கொன்றாளே பட்டாம்பூச்சி நெஞ்சுக்குள்ள டான்ஸ் பண்ணுது ஒரு பேக்ரவுண்ட் சாங் மட்டும் ரீப்ளே ஆகுது ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ആശാനെ? വണ്ടിയുടെ ആശാനെ, ഇപ്പൊ റൂട്ട് ക്ലിയറാ. ആ അയ്യോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമേ, തല ഇടിച്ചതല്ലേ. ഹോസ്പിറ്റലൊക്കെ പോയ സ്കാനിങ് എക്സ്റേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരുപാട് സമയം എടുക്കും മോളെ. അപ്പോഴേക്കും നമ്മുടെ പണമായിട്ട് അവൻ സ്ഥലം വിടും. എത്ര രൂപ പോയി? 10 ലക്ഷം. 10 ലക്ഷമോ? എന്റെ അമ്മേ. എന്റെ ദേവി, എന്റെ പണം മടക്കി തരണേ. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം പെരുവഴിയിലാക്കല്ലേ. ചേട്ടാ, ഒന്ന് വേഗം വിട് ചേട്ടാ. ഈശ്വര, ആശാന് ഏട്ടത്തേമ്മയുടെ മുഖം കാണാൻ പറ്റാത്തതുകൊണ്ടാ ഏട്ടത്തി സ്കൂട്ടി നിർത്തിയത്. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് സംസാരിക്കാം ആശാനെ. അല്ല, അത് എന്റെ പൊന്നാശാനെ, ഇതൊരു സിഗ്നലാ. അങ്ങോട്ട് ചെന്ന് സംസാരിക്കാം ആശാനെ. ചെല്ലല്ലേ? പിന്നല്ല. ഹലോ ഹലോ, കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എവിടെയാ? ഞാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കാം മോളെ. അമ്മയും വല്യേച്ചി ഇതുവരെ വന്നില്ല ചേച്ചി. നിനക്കറിയില്ലേ അമ്മയുടെ സ്വഭാവം? അമ്പലത്തിലേക്കല്ലേ പോയത്? ഒരുപാട് പരാതിയും പരിഭവവും ഒക്കെ പറയാനുണ്ടാവും ദേവിയോട്. എന്നെ കട വണ്ടി നിർത്തി തല്ലടാ. ഇടാ, അവള് മൊബൈല് നോക്കുക. ചിലപ്പോ അങ്ങനെ സംഭവിക്കും ആശാനെ. മിണ്ടരുത് നീ. നട അടച്ചിട്ട് പൂജാരി തന്നെ പിടിച്ച് പുറത്താക്കേണ്ടി വരും. നീ പേടിക്കണ്ട, ഒരു കുഴപ്പവും കൂടാതെ അവരിങ്ങി വന്നോളും. ശരി മോളെ. ശരി ചേച്ചി. ആശാനെ, പുറകെ പിടിച്ചോ, ഇത് വേറെ സിഗ്നലാ. ഇനി മിണ്ടി നിന്നെ ചവിട്ട് കുടിക്കാൻ ഈ കാട്ടിലേക്ക് ഇടും. കാരണം
ഒന്ന് നിക്കണേ. അമ്മ പതുക്കെ. വൈകി അവൻ രക്ഷപ്പെടും മോളെ. നമ്മുടെ ജീവിതം അവൻ തട്ടിപ്പറിച്ചോണ്ട് പോയത്. ഓ എങ്ങോട്ടായി പാഞ്ഞു പറക്കി പോകുന്നത്? അത് ഇതെന്താ നിങ്ങളുടെ അമ്മായിയുടെ വീടാണോ? അല്ല സാറേ, ഞങ്ങളുടെ കാശ്. കാശോ? ഏത് കാശ്? ഒരു പരാതി കൊടുക്കണം സാറേ. ഞങ്ങളുടെ കാശ് പിടിച്ചു പറിച്ചോണ്ട് പോയി. ആര്? അതറിയാമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ സാറേ? ദയവ് ചെയ്ത് ഇൻസ്പെക്ടർ സാറിനെ ഒന്ന് കാണാൻ. അവരെ കൊണ്ട് വിടോ. എന്താ പ്രശ്നം? ശല്യല്ലേ? സാറേ എന്താ? ഞങ്ങളുടെ കാശ് പിടിച്ചു പറിച്ചോണ്ട് പോയി സാറേ. നിങ്ങളാദ്യം കരച്ചിൽ നിർത്ത്, എന്നിട്ട് സമാധാനത്തോടെ കാര്യം പറയും. എന്നാലല്ലേ എനിക്കെന്തെങ്കിലും മനസ്സിലാവും. കുട്ടി പറഞ്ഞാലും മതി. എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാശ് പിടിച്ചു പറിച്ചോണ്ട് പോയി സർ. ഒരു കള്ളൻ ബൈക്കിലാ വന്നത്. എവിടെ വെച്ച്? ഇവിടെ മൈത്രി നഗറില്. ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ ഇടയായിട്ട് ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാ. അല്ല, പണം എവിടെ സൂക്ഷിച്ചിരുന്നത്? ബാഗിലോ പേഴ്സിലോ? ഒരു ലെതർ ബാഗിലായിരുന്നു സർ. റാസ്കൽ, എന്തൊരു ഊളച്ചായാടോ ഇത്! കരിക്കാടി കലക്കി വെച്ചിരിക്കുന്നോ? എടുത്തിട്ട് പോടോ അവിടുന്ന്. അല്ല, എത്ര ഉണ്ടായിരുന്നു കവറിനുള്ളിൽ? സാറേ 10 ലക്ഷം. 10 ലക്ഷോ? ഇങ്ങോട്ട് വാടാകത്തേക്ക്. നിനക്കെന്താ നടക്കാനൊരു മടി? നടക്കടാ ഇങ്ങോട്ട്. അങ്ങോട്ട് മാറിയിക്കടാ. സാർ, ആ ചക്കമോഷണ കേസിലെ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, സെല്ലിക്കേറ്റി തുടങ്ങി വെച്ചോ. ഞാനങ്ങ് വന്നേക്കാം. അയ്യോ സാറേ, കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു. ഈ പറഞ്ഞ കേസ് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. മിണ്ടിപ്പോരുത്. പിടിച്ചിട്ട് പോണേവനെ. സാറേ, ആ, അത് കാര്യാക്കണ്ട. കേറടാ അങ്ങോട്ട്. അയ്യോ, നേരും നെറിയുള്ളവർക്ക് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഇവനൊക്കെ പക്ക ക്രിമിനൽസാ. അങ്ങനെയുള്ളവർക്ക് ഭാഗവതം വായിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോ 10 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചോണ്ട് പോയെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ സാറേ, സത്യമാ. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ഒരു ഹോട്ടൽ നടത്തുക സാറേ. കുടുംബശ്രീ എന്ന ഹോട്ടലിന്റെ പേര്. ഓ, കേട്ടിട്ടുണ്ട്. ശാരദാമ്മയുടെ കുടുംബശ്രീ. നിങ്ങളാണോ ആ ശാരദാമ്മ? അതെ സാറേ. ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ ഫുഡിന് നല്ല ടേസ്റ്റ് ആണെന്നാണല്ലോ പറച്ചില്. ഒരു ദിവസം അവിടെ ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അല്ല, എന്തൊക്കെയാ നിങ്ങളെ സ്പെഷ്യൽ ഐറ്റംസ്? സാറേ, ആ കള്ളൻ രക്ഷപ്പെടുന്നതിന് മുമ്പേ ഒന്ന് അന്വേഷിച്ചെങ്കിൽ. അയ്യോ പറയടാ. തല്ലല്ലേ സാറേ. അയ്യോ, ഒന്ന് അനങ്ങി പെരുമാറണം. താനെന്താ ഉമ്മ വെച്ച് കളിക്കുവാണോ? ഇങ്ങനെയാണോ പ്രതികളെ കൊണ്ട് സത്യം പറയിക്കുന്നത്? പറയടാ സത്യം. എന്റെ പൊതു സാറേ, എന്നെ തല്ലല്ലേ സാറേ. നിനക്കൊന്നും അറിയില്ല അല്ലേ? ആ, അപ്പൊ നമ്മുടെ 10 ലക്ഷത്തിന്റെ കഥ. അല്ല, നിങ്ങൾക്ക് എവിടെ നീട്ടി അത്രയും പണം? അത് സാറേ, എന്റെ ഭർത്താവ് തന്നതാ സാറേ. ഞാൻ പറയിപ്പിക്കാനാ. നിർത്തണം നിന്റെ മോകല്. ഞാൻ അങ്ങോട്ട് പറട്ടെ. മാറണോ? മാറ്. ഇങ്ങോട്ട് മാറി നിൽക്കണം. ഇതിന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. അയ്യോ, തല്ലല്ലേ സാറേ. അയ്യോ, അയ്യോ സാറേ, തല്ലല്ലേ സാറേ. അയ്യോ, എനിക്കൊന്നും അറിയില്ല സാറേ. അയ്യോ, നിനക്ക് വല്ലതും അറിയാമെന്നോ ഞാൻ നോക്കട്ടെ. അയ്യോ, എനിക്കൊന്നും അറിയില്ല സാറേ. അയ്യോ, ഇനി ചോദിക്ക്. ഇവൻ കിളി പറയുന്ന പോലെ പറയും. എണീക്കടാ അവിടുന്ന്. പറയടാ. എടാ എഴുന്നേക്ക. പഠിച്ച കള്ളനാ. മോഷണം നടത്തി പിടിക്കാൻ ചെന്നപ്പം കള്ളപ്പരാതി ഇങ്ങോട്ട്. അല്ലെങ്കിലും കള്ളപ്പരാതി കൊണ്ട് ഇറങ്ങുന്ന എല്ലാത്തിനും ഇടിച്ച് നട്ടല് വെള്ളാക്കാ വേണ്ടത്. അല്ല, നിങ്ങളെന്തിനാ നിൽക്കുന്നേ? പോയില്ല ഇതുവരെ? സാർ, പരാതി എഴുതി വാങ്ങിയിരുന്നെങ്കിൽ. എന്തോന്ന് പരാതി? അല്ല, നിങ്ങളൊക്കെ എന്തോന്നാ കരുതിയിരിക്കുന്നത്? ഞങ്ങള് പോലീസുകാരൊക്കെ പൊട്ടന്മാരാണെന്നോ അതോ കോമാളികളോ? കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയുടെ ചരിത്രമൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. 3 പെൺമക്കൾ കുഞ്ഞായിരിക്കുമ്പോഴേ ശാരദാമ്മ ഉപേക്ഷിച്ച് പോയതാ ഭർത്താവ് ഗോപാലകൃഷ്ണൻ.
അയാള് വേറെ കെട്ടി സുഖമായി ജീവിക്കുന്നു. എന്താ ശരിയല്ലേ ഈ പറഞ്ഞത്? അപ്പൊ പിന്നെ ഈ 10 ലക്ഷം സമ്മാനം പോലെ തന്ന ഭർത്താവ് ആരാ ശാരദാമേ? ഗോപാലകൃഷ്ണൻ ഇപ്പോഴും വരത്തുപോക്കുണ്ടോ? അതോ പുതിയ ആരെങ്കിലും എൻട്രി ആയോ ഭർത്താവായിട്ട്? നിർത്ത